ബംഗാളിൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ്. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ് എന്നും മലയാളികൾക്കൊരു അഭിമാനമാണ്. എല്ലാവർക്കും മാതൃകയായ ഒരു ഉദ്യോഗസ്ഥനും കൂടിയാണ്. അദ്ദേഹം ഒരു സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്ന സമയത്ത്, അതായത് IAS ഉദ്യോഗസ്ഥനായി സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്ന സമയത്തും അദ്ദേഹം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു മാതൃക തന്നെ ഇപ്പോൾ അദ്ദേഹം അലങ്കരിക്കുന്ന ഗവർണർ പദവിയിലും അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, ബംഗാളിയിൽ വളരെ നല്ല രീതിയിൽ അദ്ദേഹം സ്വാതന്ത്ര്യദിന ആശംസകൾ, വെറും ഒരു ആശംസ മാത്രമല്ല, വളരെ നല്ല രീതിയിൽ ജനങ്ങളോട് സംവദിക്കുകയാണ് ബംഗാളി ഭാഷയിൽ, പശ്ചിമ ബംഗാളിലുള്ള ജനങ്ങളോട്. സ്വന്തം ഭാഷ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ ആകുന്നതല്ല. ആ നിലയ്ക്ക് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യസ്നേഹം തുളുമ്പുന്ന വാക്കുകൾ സ്വന്തം ഭാഷയിൽ കേൾക്കുമ്പോൾ അവിടെയുള്ള ബംഗാളികളുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് എന്തുകൊണ്ടും അവരുടെ ഗവർണർ ഏറെ പ്രിയപ്പെട്ടതാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിനുവേണ്ടി അദ്ദേഹം ഇട്ട എഫേർട്ടിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. বাংলার ভাই বোনেরা, আজ ভারতের ৭৮তম স্বাধীনতা উদযাপনের দিন। আপনাদের সকলের জন্য আন্তরিক উষ্ণ অভিনন্দন। আজ ভারতের মহান একটি দিন ও আমাদের সেই সব মহান দেশ প্রেমিকদের শ্রদ্ধার সাথে স্মরণ করা দিন। এই বাংলার কিছু উজ্জ্বল জ্যোতির্ময় মানুষের ব্যতিক্রমী চিন্তাধারা দেশকে অনেক এগিয়ে নিয়ে গেছে, ঔপনিবেশিক শাসন থেকে চিরতরে মুক্তির পথ দেখিয়েছে। গোপালকৃষ্ণ গোখলে বলেছিলেন, বাংলার আজকের ভাবনা সমগ্র ভারতের আগামী দিনের পথে। ഗവർണറായി രാജ്ഭവനിൽ ചാർജ് ഏറ്റെടുത്ത ആ വർഷം തന്നെ അദ്ദേഹം ആദ്യം ചെയ്തത് ബംഗാളി പഠിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം രണ്ട് സ്കൂൾ കുട്ടികളെ രാജ്ഭവനിൽ വിളിച്ച് അദ്ദേഹം ദിവസവും അവരുടെ ശിക്ഷണത്തിലാണ് ബംഗാളി പഠിക്കാൻ തുടങ്ങിയത്. അതും കുട്ടികളെ അധ്യാപകരാക്കി. വളരെ പ്രയാസമുള്ളൊരു ഭാഷയാണ് ബംഗാളി എന്നാണ് എൻ്റെ അറിവിലുള്ളത്. അത്രയും പ്രയാസമുള്ളൊരു ഭാഷ കുട്ടികളെ അധ്യാപകരാക്കി അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ ഈസിയായി പഠിച്ചെടുത്തു. ഇപ്പോൾ പലയിടത്തും അദ്ദേഹം ബംഗാളി ഭാഷയിൽ തന്നെയാണ് അവിടെ ജനങ്ങളോട് സംവാദിക്കാറുള്ളത്. അവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ തന്നെ അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അവരുടെ പ്രശ്നങ്ങൾ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കാൻ ആ ബംഗാളി ഭാഷയിലുള്ള ആ ഒരു പ്രാവീണ്യം അദ്ദേഹത്തെ സഹായിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള അന്യ ഭാഷക്കാരായ ഗവർണർമാരെ കുറിച്ച് പറയേണ്ടി വരും. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗവർണർമാർ വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇത്തരത്തിലൊരു അവസരത്തിൽ, ഒരു സ്വാതന്ത്ര്യദിനമായിക്കൊള്ളട്ടെ, ഒരു റിപ്പബ്ലിക് ഡേ ആയിക്കോട്ടെ, ഒരു ഓണാഘോഷമായിക്കോട്ടെ, അവിടെയെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നതിൽ കവിഞ്ഞ് അതിനപ്പുറം ഒരു സെൻറ്റൻസോ മറ്റോ പറയുന്നതല്ലാതെ നമ്മളാരും നല്ല രീതിയിൽ ജനങ്ങളോട് സംവദിക്കുന്ന ഒരു ഗവർണറെയോ അത്തരത്തിലൊരു ഭരണാധികാരിയോ അന്യ നാട്ടിൽ നിന്ന് വന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. അവിടെയാണ് നമ്മുടെ മലയാളിയായ നമ്മുടെ ഗവർണർ ഡോക്ടർ ശ്രീ സി.വി. ആനന്ദബോസ്, പശ്ചിമ ബംഗാൾ ഗവർണർ, നമ്മുടെ ഗവർണർ എന്ന് ആ ഒരു മലയാളി എന്നുള്ള ഒരു സന്തോഷത്തിൽ പറഞ്ഞു പോയതാണ് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ് വ്യത്യസ്തനാകുന്നത്. മറ്റൊരു നാട്ടിൽ ചെന്നാലും ആ നാട്ടിലെ ഭാഷ മനസ്സിലാക്കി, ആ നാട്ടിലെ സംസ്കാരം മനസ്സിലാക്കി, അവിടുത്തെ ജനങ്ങളുടെ രീതി മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കുക എന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഴിവ് പ്രശംസിക്കാതെ തരമില്ല. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള രാജ്യസ്നേഹം തുളുമ്പുന്ന വേദികളിൽ, രാജ്യസ്നേഹം അലയടിക്കേണ്ട ഇടങ്ങളിൽ, അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ ഭാഷയിൽ തന്നെ സംവദിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ സ്പിരിറ്റ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗവർണർ എന്ന നിലയിലും ഒരു നല്ല വ്യക്തി എന്ന നിലയിലും സാധിക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള പദവികളിൽ ഇരിക്കുന്ന ഗവർണർമാരായാലും അല്ലെങ്കിൽ അതുപോലുള്ള പദവികളിൽ ഇരിക്കുന്ന ജനങ്ങളുമായി സംവദിക്കേണ്ട ആ പദവികളിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആ ഒരു കാര്യത്തിനും അവിടെ ഒരു ഭംഗി ഉണ്ടാവുന്നത്. നാനാത്വത്തിൽ ഏകത്വമാണ്. പല കാര്യങ്ങളിലും നമ്മളെല്ലാം ഐക്യത്തിലാണ് ജീവിക്കുന്നത്. ആ ഐക്യം നമ്മുടെ ഭാഷ മറ്റൊന്നായാൽ പോലും നമ്മുടെ ഭാഷയിൽ സംവദിച്ച് വരുമ്പോൾ ആ നാനാത്വത്തിൽ ഏകത്വം നമുക്ക് കൊണ്ടുവരാനും സാധിക്കുന്നത്. എന്തായാലും ഗവർണർ ശ്രീ സി.വി. ആനന്ദബോസിന് അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് പശ്ചിമ ബംഗാളിലെ ബംഗാളി ജനങ്ങൾക്കിടയിൽ അവരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് കയറിപ്പറ്റാൻ സാധിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ എന്നും ഞങ്ങൾ ആശംസിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.